മുന്നറിയിപ്പുകളോട് സഹകരിക്കാം. മഴ കനക്കുമ്പോൾ ജാഗ്രത അനിവാര്യമാണ്. അശ്രദ്ധ വഴി തുറക്കുന്നത് അപകടത്തിലേക്കാണ്. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇതാണ് നമ്മുടെ ചിന്ത. അഥവാ മഴ ഇപ്പോൾ കനത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ശക്തമായ മഴ. അതും സാധാരണ കാലവർഷം വരുന്നതിൻ്റെ തൊട്ട് കുറച്ച് മുമ്പേയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ തോടും പാടവും പുഴകളും നദികളും എല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ പലപ്പോഴും അതിലുള്ള ഇപ്പോൾ എല്ലാം ഒരു ക്യൂരിയോസിറ്റിയാണ്. എല്ലാം ചെന്നിട്ട് എവിടെയും ഒരു ഡേഞ്ചർ സോണാണെങ്കിലും അവിടെ ചെന്നിട്ടും അവിടെ ഫോട്ടോ എടുക്കുക, അത് റീൽസ് ചെയ്യുക, അത് സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളതിൻ്റെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ കാണാൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങളെ നമ്മൾ ഒന്ന് ജാഗ്രതയോട് കൂടിയിട്ട് തന്നെ കാണേണ്ടതുണ്ട്. വെള്ളമാണ്, അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിനോട് ചേർത്ത് വെക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഈ നിലമ്പൂരടുത്ത് നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ പേരിൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അപ്പോൾ ആ നാട്ടുകാരൻ പറയാണ്, ആ നാട്ടിലെ ഒരു കുട്ടി അതിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ അതിൻ്റെ ചെറിയ ഒരു ഭാഗത്ത് കുടുങ്ങി ഓവുചാലിൽ കുടുങ്ങി മരിക്കുകയാണ്. ധാരാളം സഞ്ചാരികൾ അവിടേക്ക് കുളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ജീവൻ നഷ്ടപ്പെടുത്തരുത് എന്ന് ആ നാട്ടിലൊരാൾ പറയുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പോൾ എല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അതിലെന്താണ് ചേർത്ത് വെക്കാനുള്ളത്? ഈ മുന്നറിയിപ്പുകളോട് എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതാണല്ലോ. ഈ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ മുന്നേ കിട്ടുന്ന അറിയിപ്പാണ്. ശരിയാണ്. ഒരു അപകടം വരുന്നതിന് മുമ്പ് നമുക്ക്, അല്ലെങ്കിൽ ഒന്ന് സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്നൊരറിയിപ്പാണ്. തീർച്ചയായിട്ടും. ആ ഒരു അറിയിപ്പ് നമ്മൾ അതിൻ്റേതായ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകൾ പറയുമ്പോൾ ഒരു പ്രയാസമായിട്ട് തോന്നും. അല്ലെങ്കിൽ അത് മുതിർന്നവർ എന്നതിലുപരി അതൊന്നും മാറിയിട്ട് ഒരു നിയമവ്യവസ്ഥ, ഒരു ഭരണകൂടം, അല്ലെങ്കിൽ അവിടുത്തെ അധികാരപ്പെട്ട ആളുകൾ, അധികാര സ്ഥാനത്തുള്ള ആളുകൾ, അത് ഫയർഫോഴ്സ് ആയാലും പോലീസായാലും അതല്ല മറ്റേത് തലത്തിലുള്ള ആളുകളായ, ഇപ്പോൾ ഒരു ജില്ലയുടെ അധികാരി എന്ന കലക്ടറാണ്. ഇപ്പോൾ കാര്യമായിട്ട് കലക്ടറുടെ മെസ്സേജുകളാണല്ലോ ഇപ്പോൾ പൊതുവെ അലർട്ടുകൾ സൂചിപ്പിച്ചു വരില്ലേ. അപ്പോൾ ഇത് ആരുടേതായാലും ആ മുന്നറിയിപ്പുകളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആനന്ദമുള്ള ഒരു കുളിർമുള്ളൊരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ അങ്ങോട്ട് പോന്നപ്പോൾ ആ കോടയെക്കുറിച്ച് നമ്മൾ ലൈവിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മനസ്സിന് ഒരു ആനന്ദവും കുളിർമയും കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നല്ല മഴ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ മഴത്ത് കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നീട്ടി പിടിച്ചിരുന്നിട്ട് റീൽസും വീഡിയോ ഒക്കെ എടുത്ത് വിടുന്ന ആൾ ഒരു ആനന്ദം കണ്ടെത്തുന്നുണ്ട് അവരതിൽ. റീൽസ് ഇടണോ വേണ്ടേ എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പോകുമ്പോഴും അത് നമ്മൾ എടുക്കുന്ന സ്ഥലവും സാഹചര്യം, ഇപ്പോൾ ചില മലമ്പ്രദേശങ്ങളിലൊക്കെ ഒരു മഴയില്ലെങ്കിലും ഇതൊന്നും ഉണ്ടാവില്ല, മഴയുടെ യാതൊരു അടയാളം ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് കുത്തിയൊലിച്ചുള്ള ആ മലവെള്ളപ്പാച്ചിൽ വരും. ഇപ്പോൾ കുറച്ച് മുമ്പ് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു സ്ഥലത്തേക്ക് പോയി കുറച്ച് ഭക്ഷണം പാകം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട്, ഭക്ഷണമൊക്കെ ആയിട്ടാണ് അവർ പോയത്. അവരങ്ങനെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്, ഒരു കുത്തനുള്ളൊരു പുഴയാണ്. അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, കുത്തിയൊലിച്ച് വെള്ളം വരും. അപ്പോൾ എന്താ വെച്ചാൽ മുകളിൽ മഴ പെയ്യും, കാട്ടിൽ ഫോറസ്റ്റിൽ മുകൾ ഭാഗത്ത് മഴ പെയ്യും. അത് നമുക്ക് ഇവിടെ അടയാളങ്ങൾ ഉണ്ടാവില്ല, അത് അവിടെ പെയ്യുള്ളൂ. പക്ഷെ അവിടെ പെയ്ത മഴ എന്ത് ചെയ്യും, താഴോട്ടും ഇങ്ങോട്ട് ശക്തമായിട്ട് കുത്തിയൊലിച്ചാ വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പഞ്ചായത്ത് വാർഡ് തിരിഞ്ഞിട്ടാണ് മഴ പെയ്യുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വാഹനത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു വാർഡ് കഴിഞ്ഞ് അടുത്ത വാർഡിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത കിലോമീറ്റർ കഴിയുമ്പോഴേക്ക് അവിടെ നല്ല മഴ ചെയ്തിട്ടുണ്ടാവും. ആ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നനഞ്ഞ് കുളിച്ച് കോട്ടിട്ടിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മളറിയൂല അപ്പുറത്ത് മഴ പെയ്യണത്. അപ്പോൾ പ്രത്യേകിച്ച് കാട് മലമ്പ്രദേശങ്ങളാണെങ്കിൽ അവിടെ നിന്നുള്ള വെള്ളങ്ങൾ ഒന്നിച്ചാണ് വരിക എന്നുള്ളത് കൂടെ എന്ത് ചെയ്യണം, ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ മഴ നല്ല രസമുള്ളതാണ്, ആനന്ദമുള്ള കുളിർമ ഏകുന്ന സൗന്ദര്യമുള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷേ ആ മഴയുടെ പിന്നിൽ ചില അപകടങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് വെള്ളച്ചാട്ടം പിന്നിലാക്കിയിട്ട് നല്ല റീൽസ് ഇങ്ങനെ എടുക്കുന്ന സന്ദർഭത്തിലായിരിക്കും
എന്ത് ചെയ്യുക, ആ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഒഴുപ്പുള്ള തെന്നിപ്പോകുന്ന പാറയിലോ കല്ലിലോ ഏതെങ്കിലും ഒരു മരക്കൊമ്പിലോ ഒക്കെ കയറി നിന്നുകൊണ്ടായിരിക്കും എടുക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളറിയാത്ത ഒരു പിന്നെ നമ്മുടെ ശ്രദ്ധയില്ലാത്തൊരു ചലനം വന്നാൽ ഒരു പക്ഷേ കാല് തെന്നിയിട്ട് എന്ത് ചെയ്യാം, ഈ അപകടത്തിൽ പെട്ടേക്കാം. ഈ അടുത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടത് വല്ലാതെ സങ്കടം തോന്നി. അഥവാ ഒരു കുട്ടി വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി വരികയാണ്. ആ കുട്ടി വരുന്ന സമയത്ത് നല്ല എന്തുണ്ട്, ഇവിടെ തെന്നലുണ്ട്. ആ തെന്നിയിട്ട് കുട്ടി തല അടിച്ച് അപ്പം തന്നെ കുട്ടി പെടയാണ്. ഒരു ചെറിയ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു പ്രതലത്തിൽ നിന്ന്. ഞാനത് ശ്രദ്ധിച്ചു. ആ വീഡിയോ ഞാൻ ഒന്ന് സ്ലോ മോഷനിലിട്ട് കണ്ടു. കാരണം കുട്ടി വീണു, പെട്ടെന്ന് നിശ്ചലനായിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ തലയടിച്ചിട്ടാണ് കുട്ടി വീണത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഈ മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപകടങ്ങൾ വരും. നമുക്കൊരു നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നതെങ്കിലും ഒരായുഷ്കാലമുള്ള സങ്കടം നമ്മുടെ കുടുംബത്തിനോ നാട്ടിനോ അത് വരുത്തി വെക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പിന്നെ പ്രകൃതിയിലെ ഈ പിന്നെ കാണാൻ ഭംഗിയുള്ള കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റിയത് ആസ്വദിക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെയെല്ലാം നിയമങ്ങളും നിർദ്ദേശങ്ങളും പാടില്ലാത്തതിനെ അല്ലെങ്കിൽ പോകാൻ പാടില്ലാത്ത മേഖലയിലേക്ക് കയറാനോ പോകാനോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാനോ പാടില്ല. നിർദ്ദേശങ്ങൾ എന്താണോ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കിട്ടുന്ന ആസ്വാദനങ്ങൾ എടുത്താൽ നമുക്കും നല്ലതാണ്, സമൂഹത്തിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് നല്ലതാണ്, സമാധാനമാണ് എന്നാണ് ഈ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.